അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമങ്ങളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട നാമമാണ് ഹക്കം എന്നത്. എല്ലാ വിഷയങ്ങളിലും തീർപ്പ് കൽപ്പിക്കുന്നവൻ എന്ന് നമുക്കിതിന് അർത്ഥം പറയാം. പരിശുദ്ധമായ ഖുർആനിൽ ഒരു പ്രാവശ്യമാണ് ഈ ഇസ്മ വന്നിട്ടുള്ളത്. ഇതിൻ്റെ അബ്ജദിയത്ത് 68. ഇന്നല്ലാഹ ഹുവൽ ഹക്കമു വ ഇലൈഹിൽ ഹുക്മു. പണ്ഡിതന്മാർ പറയാറുണ്ട്, എല്ലാ വിഷയത്തിലും തീർപ്പ് കൽപ്പിക്കുന്നവൻ അള്ളാഹു മാത്രമാണ്. എല്ലാത്തിലും തീർപ്പ് കൽപ്പിക്കുക എന്നത് അള്ളാഹുവിലേക്ക് മാത്രം ചേർക്കപ്പെടുന്ന കാര്യവുമാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഹക്കം എന്ന നാമത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ പണ്ഡിതന്മാർ പല രൂപങ്ങളിൽ ഇതിനെ വിശദീകരിക്കുന്നത് കാണാം. അല്ലാഹു തആല അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്കിടയിൽ അല്ലാഹ് ഉദ്ദേശിച്ച കാര്യങ്ങൾ തീരുമാനിക്കുന്നു, നടപ്പിലാക്കുന്നു, തീർപ്പാക്കുന്നു. പരസ്പരം തർക്കിക്കുന്ന രണ്ട് വ്യക്തികളിലെ ഒരാളുടെ കൈവശമുള്ളതിനെ മറ്റേയാൾക്ക് ഉടമപ്പെടുത്തി കൊടുക്കുന്നു. ഇതൊക്കെ ഹക്കമായ അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളാണ്. ഹക്കം എന്ന പദത്തിൽ തടയുക എന്ന അർത്ഥം ഉണ്ട് എന്ന് ചില പണ്ഡിതന്മാർ പറയാറുണ്ട്. കാരണം ഒരു വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കുക എന്നത് യഥാർത്ഥത്തിൽ തർക്കിക്കുന്ന രണ്ടാളുകളെ പരസ്പരം അക്രമികൾ ആകുന്നതിൽ നിന്ന് തടയുന്ന കാര്യമാണ്. പരസ്പരം തർക്കിക്കുന്ന രണ്ട് ആളുകൾ പരസ്പരം ദ്രോഹിച്ചുകൊണ്ടും ആക്രമിച്ചുകൊണ്ടും കഴിഞ്ഞുകൂടൽ സ്വാഭാവികമാണ്. എന്നാൽ അവർക്ക് രണ്ടു പേർക്കിടയിൽ ഒരു തീർപ്പ് കൽപ്പന ഉണ്ടായിക്കഴിഞ്ഞാൽ ആ തീർപ്പാക്കൽ അവരെ പരസ്പരം ആക്രമിക്കുന്നതിൽ നിന്ന് തടയുന്നതാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഹക്കം എന്ന് പറഞ്ഞാൽ എല്ലാവരാലും സമ്മതനായ വിധികർത്താവ്. എന്തെങ്കിലും ഒരു വിധി നടപ്പിൽ വരുത്തുമ്പോൾ അതിനെ റദ്ദ് ചെയ്യാൻ ആരും ഇല്ലാത്ത രൂപത്തിൽ, തീർപ്പ് കൽപ്പിക്കലിനെ ആക്ഷേപിക്കാൻ ഒരാൾക്കും അർഹതയില്ലാത്ത രൂപത്തിൽ എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന വിധികർത്താവാണ് ഹക്കമായ അള്ളാഹു എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞവരും ഉണ്ട്. ഹക്കമിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിൽ ഹിക്മത്ത് എന്ന ഒരു പദം ചർച്ച ചെയ്യൽ നല്ലതാണ്. ഓരോ സബബുകളെയും ആ സബബുകൾ കാരണമായി അവൻ ആയിത്തീരുന്ന വിഷയങ്ങളിലേക്ക് ക്രമപ്പെടുത്തുക എന്നൊക്കെ ഹിക്മത്ത് എന്നതിന് അർത്ഥം പറയാറുണ്ട്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഒരു കൽപ്പന തന്നെ യഅ്മലൂ, നിങ്ങൾ അമല് ചെയ്യുക. കാരണം നിങ്ങളിലെ ഓരോരുത്തരും എന്തിനു വേണ്ടിയാണ് അവനെ സൃഷ്ടിക്കപ്പെട്ടത് എങ്കിൽ അതിലേക്ക് എളുപ്പമാക്കപ്പെടുന്നവരാണ്. നരകത്തിന് വേണ്ടി പടക്കപ്പെട്ട ഒരു മനുഷ്യൻ, ആ മനുഷ്യനിൽ തീർച്ചയായും നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന പ്രവർത്തനങ്ങളായിരിക്കും കൂടുതൽ ഉണ്ടാവുക. സ്വർഗത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണെങ്കിൽ അവനിൽ സ്വർഗാവകാശികളാകുന്ന ആളുകളുടെ പ്രവർത്തനങ്ങളായിരിക്കും കൂടുതൽ ഉണ്ടാവുക. അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനിൽ അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ ഉണ്ടാവുക. എന്തിനു വേണ്ടിയാണോ ഒരുത്തനെ പടക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ ആ വിഷയത്തിലേക്ക്
അവന് എളുപ്പമാക്കപ്പെടുന്നതാണ് എന്ന് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇത് ചില യുക്തിയില്ലാത്ത യുക്തിവാദികൾക്കുള്ള ഒരു മറുപടി കൂടിയാണ്. ചില ആളുകൾ അവരുടെ അല്പയുക്തി കൊണ്ട് പറയാറുണ്ട്, നമുക്ക് വിജയം ആണ് മുമ്പ് തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത് എങ്കിൽ, നാം ഒരു വിജയിയാകണമെന്നാണ് അള്ളാഹു മുമ്പേ തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് അമല് ചെയ്യുന്നത്? അമല് ചെയ്യേണ്ട ആവശ്യം ഇല്ലല്ലോ. കാരണം നമ്മളെ അള്ളാഹു വിജയിയാക്കാൻ മുമ്പേ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. ഇനി പരാജിതരിലാണ് നമ്മൾ ആകുന്നത് എങ്കിൽ, അഥവാ പരാജിതരിൽ പെടാനാണ് അള്ളാഹു മുമ്പേ തീരുമാനിച്ചിട്ടുള്ളത് എങ്കിൽ പിന്നെ നമ്മൾ അമല് ചെയ്തിട്ട് എന്ത് കാര്യമാണുള്ളത്? നമ്മൾ പരാജിതരല്ലേ ആകൂ എന്ന നിലക്ക് ചില ആളുകൾ ചിന്തിക്കാറുണ്ട്. അവരിലേക്കാണ് ഇസ്ലാം വളരെ ആശയമുള്ള, വളരെ ഗൗരവമേറിയ ഈ ഒരു തത്വം മുന്നോട്ട് വെക്കുന്നത്. ഓരോ മനുഷ്യനെയും എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടുവോ അതിന് സഹായകമാകുന്ന രൂപത്തിലുള്ള കാര്യങ്ങളായിരിക്കും അവനിൽ പ്രകടമാവുക എന്നാണ്. തീർപ്പ് കൽപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനം തന്നെ ഫസാദിനെ തടയലാണ്. അള്ളാഹുവിൻ്റെ എല്ലാ നിയമങ്ങളും അടിമകൾക്ക് നന്മകൾ മാത്രമാണ്. അള്ളാഹു എന്തെല്ലാം ശർഈയായ നിയമങ്ങൾ, കൽപ്പനകൾ, വിരോധനകൾ ഇവിടെ സൃഷ്ടികളിലേക്ക് നൽകിയിട്ടുണ്ടോ അത് മുഴുവനും അടിമകൾക്ക് പല നിലക്കും നന്മകൾ മാത്രമാണ്. അള്ളാഹു നീതിപരമായി തീർപ്പ് കൽപ്പിക്കുന്നവനാണ്. ഒരു ചെറിയ അണുമണിത്തൂക്കം പോലും അള്ളാഹുവിൻ്റെ തീർപ്പ് കൽപ്പിക്കലിൽ ളുൽമ് ഉണ്ടാവുകയില്ല. ഒരാൾക്കും മറ്റൊരാളുടെ കുറ്റത്തെ അള്ളാഹു തആല വഹിപ്പിക്കുകയില്ല. ഒരടിമ തന്നെ അവൻ ദോഷം ചെയ്താൽ ആ ദോഷത്തിനേക്കാൾ ഗൗരവമായ ദോഷത്തിന് ലഭിക്കുന്ന ശിക്ഷകൾ ഒരിക്കലും ആ അടിമക്ക് അല്ലാഹു തആല നൽകുകയില്ല എന്ന ആ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യൻ അള്ളാഹുവാണ് എല്ലാത്തിലും തീർപ്പ് കൽപ്പിക്കുന്നത് എന്ന ആ ഒരു ഉത്തമ ബോധത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും അല്ലാത്ത ഒരാളുടെ തീർപ്പിലേക്ക് പിന്നീട് അവൻ പോവുകയില്ല. എന്തൊരു തീരുമാനമാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എങ്കിലും ആ തീരുമാനത്തെ പരിപൂർണമായി തൃപ്തിപ്പെടുന്ന, പൊരുത്തപ്പെടുന്ന ആ ഒരവസ്ഥയിലേക്ക് അവൻ എത്തുക തന്നെ ചെയ്യും. ഹക്കമ് എന്ന മഹത്തായ ഇസ്മു കൊണ്ട് നാം തഅല്ലുക്കും തഖല്ലുക്കും ഉള്ളവരാകേണ്ടതുണ്ട്. അതുമായിട്ട് തഅല്ലുക്ക് ഉണ്ടാകുമ്പോൾ തീർച്ചയായും അള്ളാഹുവിൻ്റെ തീർപ്പ് കൽപ്പിക്കലിലേക്ക് നമ്മൾ ഓരോ കാര്യങ്ങളും ഏൽപ്പിക്കുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകളെ വളരെ ആത്മാർത്ഥതയോടെയും നിഷ്കളങ്കതയോടെയും അനുസരിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാകും. കാരണം അള്ളാഹു ഒരു തീരുമാനിച്ച് നാം അതിനെ തൃപ്തിപ്പെടുന്നില്ല എങ്കിൽ തീർച്ചയായും അത് നിർബന്ധിതമായ നിലക്ക് നമ്മിൽ നടത്തപ്പെടുക തന്നെ ചെയ്യും. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ നാം തൃപ്തിപ്പെടുകയാണെങ്കിൽ സ്വന്തമായി മറ്റുള്ളവരുടെ പ്രേരണയ്ക്ക് വഴങ്ങാത്ത നിലയിൽ സ്വമേധയാൽ റബ്ബിൻ്റെ തീരുമാനത്തിന് വഴിപ്പെട്ടുകൊണ്ട് ഹൃദയമറിഞ്ഞുകൊണ്ട് നമ്മളത് തൃപ്തിപ്പെടുകയാണെങ്കിൽ തീർച്ചയായും അല്ലാഹു തആല നമുക്ക്
ആ വിഷയത്തിൽ വലിയ മൃദുലത മയം ചെയ്യും എന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് തൃപ്തിപ്പെട്ടവനായ നിലയിലും അള്ളാഹുവിൻ്റെ തൃപ്തി സമ്പാദിച്ചവനായ നിലയിലും, അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടുകൊണ്ടും അള്ളാഹ് നമ്മെ തൃപ്തിപ്പെട്ട അവസ്ഥയിലുമായി നമുക്ക് ജീവിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഇസ്മുമായിട്ട് ബന്ധം പുലർത്തുമ്പോൾ നമ്മളിൽ പ്രകടമാകുന്ന മറ്റൊരു കാര്യമാണ്, നമുക്ക് ഏതൊരു കാര്യത്തിൽ ആവലാതികൾ ഉണ്ടെങ്കിലും അതൊക്കെ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുന്ന സ്വഭാവം നമ്മളിൽ ഉണ്ടാകും. അല്ലാത്ത മറ്റു ആളുകളിലേക്ക്, പിഴച്ച ചിന്താഗതികളിലേക്ക്, അതുപോലെ തന്നെ അള്ളാഹുവിനോട് ശിർക്ക് ചെയ്തു പോകുന്ന തലങ്ങളിലേക്ക്, പിശാചിൻ്റെ ആ ഒരു മേഖലകളിലേക്ക് ആവലാതി പറഞ്ഞു പോകുന്ന അവസ്ഥയെ തൊട്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഇനി ഈ ഇസ്മുമായി നമ്മൾ സ്വഭാവം ശ്രദ്ധിക്കേണ്ടത്, നാം നമ്മളുടെ ഖൽബിൻ്റെയും നഫ്സിൻ്റെയും ഇടയിൽ ഹക്കമായി മാറണം. നാം തീർപ്പ് കൽപ്പിക്കുന്നവരാകണം. നമ്മളുടെ ഖൽബ് നന്മയിലേക്ക് നമ്മെ പ്രേരിപ്പിക്കുന്നു, നമ്മളുടെ നഫ്സ് ശരീരം അത് തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്നു. അങ്ങനെ ഖൽബിൻ്റെയും നഫ്സിൻ്റെയും ഇടയിൽ തർക്കം ഉണ്ടാകുന്ന സമയത്ത് നഫ്സിൻ്റെ ആ മലിനമായ അവസ്ഥയിൽ നിന്ന് ഖൽബിനെ രക്ഷപ്പെടുത്താനുള്ള നല്ല തീർപ്പ് കൽപ്പിക്കുന്നവരായി നമ്മൾ മാറേണ്ടതുണ്ട്. നമുക്ക് കൂടുതലായി വിജയം ഉണ്ടാകുന്ന രൂപത്തിലുള്ള തീരുമാനങ്ങൾ നമ്മൾ തീർച്ചയായും അവിടെ വരുത്തേണ്ടതുണ്ട്. പലപ്പോഴും നമുക്കൊക്കെ അനുഭവത്തിൽ തന്നെ ഉണ്ടാകാറുള്ളൊരു കാര്യമാണ്, ഒരു നല്ല കാര്യം ചെയ്യണമെന്ന് മനസ്സ് ആഗ്രഹിക്കും, പക്ഷേ ശരീരം നമ്മെ അതിൽ നിന്ന് പിന്നോട്ട് വലിക്കും. പിന്നീടാകാം, ഇപ്പോൾ തന്നെ ചെയ്യണമെന്നില്ലല്ലോ, അത് പിന്നീട് ചെയ്താലും പോരെ എന്ന നിലക്ക് ഓരോ മനുഷ്യൻ്റെ നഫ്സും പിന്നോട്ട് വലിക്കും എന്നാണ്. അപ്പം അതിൽ ഹക്കായ നിലക്കുള്ള തീർപ്പ് കൽപ്പിച്ച് നഫ്സിൻ്റെ ആ ഒരു പിടിയിൽ നിന്ന് ഖൽബിനെ മോചിപ്പിക്കുന്ന രൂപത്തിലുള്ള തീർപ്പുകൾ നമ്മൾ കൽപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് ഈ ഇസ്മുമായിട്ട് സ്വഭാവം ശ്രദ്ധിക്കേണ്ടത്. നാം അള്ളാഹുവിനെ കൊണ്ട് വിധി നടത്തുന്നവരാവുക, തീർപ്പ് കൽപ്പിക്കുന്നവരാവുക. അള്ളാഹു അല്ലാത്തതിനെ തൊട്ടൊക്കെ നമ്മൾ മറയുകയും, ഞാൻ എന്ത് തീരുമാനിക്കുന്നുവോ അത് എൻ്റെ അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, ഞാൻ എന്ത് തീർപ്പ് കൽപ്പിക്കുന്നുവോ അത് അള്ളാഹുവിൻ്റെ തീർപ്പ് കൽപ്പിക്കലാണ് എന്ന ആ ഒരു രൂപത്തിൽ നമ്മൾ ഇല്ലാതെയായി, നമ്മളുടെ ഫനാ അഥവാ നമ്മൾ നശിച്ച് ഇല്ലാതെയാവുകയും അതിലൂടെ നമ്മൾ അള്ളാഹുവിലേക്ക് ചേരുകയും ചെയ്യുന്ന ഒരു പരിപൂർണതയുടെ ആ അവസ്ഥ തീർച്ചയായും നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഇനി ഈ ഇസ്മിനെ നമ്മൾ ധാരാളമായി ചൊല്ലുമ്പോൾ തീർച്ചയായും വളരെ ശുദ്ധിയോടെയും ആത്മാർത്ഥതയോടെയുമാണ് നാം കൂടുതലായി ഇത് ചൊല്ലുന്നത് എങ്കിൽ നമ്മളുടെ ആന്തരികമായ ലോകം അല്ലെങ്കിൽ നമ്മളുടെ ഹൃദയം അതിനെ അല്ലാഹു തആല ഇലാഹിയായ സിറുകളുടെ രഹസ്യങ്ങളുടെ കേന്ദ്രമാക്കി മാറ്റും എന്നാണ്. നമ്മളുടെ ഖൽബുകളിൽ, ഹൃദയങ്ങളിൽ അല്ലാഹു തആല ഒരുപാട് രഹസ്യകരമായ നിലക്കുള്ള അറിവുകൾ ചൊരിഞ്ഞു തരും ഈ ഇസ്മുമായിട്ട് നമ്മൾ കൂടുതൽ ബന്ധം പുലർത്തിയാൽ. അതുപോലെ തന്നെ ഇതിൻ്റെ അബ്ജദീയത്ത് പ്രകാരം നാം ഇത് ചൊല്ലുമ്പോൾ അധികാരികളുടെ കൃപ ലഭിക്കാൻ,
ജോലിയിൽ പ്രയാസങ്ങൾ ഇല്ലാതെയാകാൻ നമ്മളുടെ മുകളിലുള്ള ഉദ്യോഗസ്ഥർ, ഓണർമാർ, അതുപോലെ തന്നെ നമ്മുടെ മേലധികാരികൾ, അവരുടെയൊക്കെ കാരുണ്യവും അവരുടെ കൃപയുമൊക്കെ നമുക്ക് ലഭിക്കാൻ തീർച്ചയായും ഈ ഇസ്മ ധാരാളം ചൊല്ലിയാൽ മതിയാകുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ.